ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ മൂന്നാറിൽ പോയപ്പം ഒരു റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ റിസോർട്ടിൻ്റെ ഒരു വീഡിയോ ആണ്. എലിക്സർ എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ളത്. അടിപൊളി റിസോർട്ടാണ്, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ലാത്ത റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞാലും തീരാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് നൈറ്റ് ആയപ്പോഴാണല്ലോ അവിടെ നമ്മൾ എത്തിയത്. അപ്പം അതുകൊണ്ടുള്ള വീഡിയോ ആണ്. നൈറ്റ് എത്തിയ സമയത്ത് നമുക്ക് അധികം ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. റിസപ്ഷനിൽ നിന്നു ജസ്റ്റ് അവിടെ നിന്നപ്പോഴാണ് ഈ ഒരു ഫിഷൊക്കെ കണ്ടത്. അപ്പോൾ നല്ല വലിയ വലിയ ഫിഷൊക്കെയാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇതൊന്നും നമുക്ക് നോക്കാനുള്ള ടൈമില്ല, കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ നല്ല ക്ഷീണിച്ചിട്ടാണ് വന്നത്, നല്ല ടയർഡായി. കാരണം അത്രയും നമ്മൾ ട്രാവൽ ചെയ്ത് നൈറ്റ് നമുക്ക് ഒന്നും കാണാൻ പറ്റാൻ എങ്ങനെയൊക്കെയോ ട്രാവൽ ചെയ്ത് നമ്മൾ തപ്പി കണ്ടുപിടിച്ചെത്തിയ സ്ഥലമാണ് ലാസ്റ്റ്. അപ്പം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്, പക്ഷേ ഇത് ഒരുപാട് ദൂരമാണെന്ന് നമുക്ക് അത്ര അറിയത്തില്ലായിരുന്നല്ലോ. അപ്പം ഈ ട്രക്കിങ്ങിൻ്റെയൊക്കെ ആ ഒരു പ്ലേസ് അല്ലേ, അപ്പം ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ എന്തായാലും അങ്ങനെ ഫൈനലി നമ്മൾ എത്തി. അങ്ങനെ നല്ല മഴയും കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ. പിന്നെ ആ സമയത്ത് കുഞ്ഞുങ്ങളെല്ലാം നല്ല കരച്ചിലുമായി, നൈറ്റായി, കുറേ പേരൊക്കെ ഉറങ്ങി, കുറേ പേര് കരച്ചിലായി. അങ്ങനെ നമ്മൾ പിന്നെ നമ്മളെ റൂമിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ എവിടെയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാണിക്കുന്ന പ്ലേസൊക്കെ ഇല്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ രാത്രിയിൽ കണ്ടപ്പോൾ ഒന്നും ഓർമ്മയില്ല. കാരണം നൈറ്റിൽ നമ്മളിതൊന്നും പെട്ടെന്ന് ശ്രദ്ധിക്കില്ല, വീഡിയോ എടുത്തെങ്കിലും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. പിന്നെ ആ ഒരു ഡേ ടൈമിലുള്ള വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ റൂമിൽ വന്നപ്പം ഇങ്ങനെ ഞാൻ ബാൽക്കണിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. ആ മഴ മഞ്ഞൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. പക്ഷേ നൈറ്റ് നമുക്ക് എന്തായാലും തണുപ്പ് ഒട്ടും പറ്റാഞ്ഞതുകൊണ്ട് ഇതൊന്നും കണ്ടിരിക്കാനുള്ളൊരു മൂഡും നമുക്കില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് റൂമൊക്കെ ഒന്ന് അനലൈസ് ചെയ്യണം എങ്ങനെയാണെന്നുള്ളത്. സോ ഇതിൻ്റെ റൂം വന്നിട്ട് ഫസ്റ്റ് ഞാൻ ബാൽക്കണിയിലാണ് കാണിച്ചത് കേട്ടോ. ഫസ്റ്റ് തുടങ്ങിയപ്പോഴേ ബാൽക്കണിയിലങ്ങ് തുടങ്ങി, കാരണം എനിക്കത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു എക്സൈറ്റ്മെൻറ്റ്. നെക്സ്റ്റ് നമ്മുടെ ബെഡ്റൂമാണ്. ബെഡ്റൂമിൽ വരുമ്പം ഇങ്ങനെ വലിയൊരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷെൽഫും അലമാരിയും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അതിൻ്റെ ആ റൂമിൻ്റെ സൈഡിലായിട്ടും ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ചെയർ കൊടുത്തിട്ടുണ്ട്, ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, പക്ഷേ മഴയായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നില്ല. കാരണം അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ചെടിയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അത് തടഞ്ഞ് നിൽക്കുകയാണ് ഈ ഒരു വിൻഡോയിൽ. പിന്നെ അപ്പുറത്തെ സൈഡിലും വിൻഡോ തന്നെയാണ്, വിൻഡോയുടെ അപ്പുറത്തെ സൈഡാണ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നെക്സ്റ്റ് നോക്കാൻ പോയത് വാഷ്റൂം എങ്ങനെയുണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ വാഷ്റൂം ആണെന്നുണ്ടെങ്കിൽ ബെഡ്റൂമിനേക്കാളും അടിപൊളിയാണ്. അപ്പം അതിങ്ങനെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊരു ജക്കൂസി ബാത്റൂമാണ്. എന്തായാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വാഷ്റൂമിൽ തന്നെ ഒരു ചെറിയ സോപ്പും മോയ്സ്ചറൈസറും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടർക്കിയും എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ജസ്റ്റ് റൂമിൽ നിന്ന് വെളിയിലേക്കൊക്കെ ഇറങ്ങി. പിന്നെ അന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ ഉറങ്ങി. പിന്നെ നമ്മൾ അടുത്ത ദിവസം മോർണിംഗാണ് നമ്മളിനി എണീറ്റ്. അങ്ങനെ എണീറ്റപ്പം ഫുഡ് കഴിക്കാനൊക്കെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അവിടെ 9 AM തൊട്ടാണ് ഫുഡ് ഉള്ളത്. എനിക്കൊന്ന് 10 വരെ ഉള്ളതെന്ന് തോന്നുന്നു, 10 o'clock വരെ എങ്ങനെയാണുള്ളത്. സോ നമ്മൾ എണീറ്റ് എല്ലാവരും വന്നപ്പോഴത്തേന് ഒരു 9:30 അപ്പോൾ ആ ടൈമിൽ ഞാൻ ജസ്റ്റ് എനിക്കിങ്ങനെ കോഫി ടീ എന്ന് രാവിലെ കുടിക്കണം എന്ന് നിർബന്ധമുള്ള ആളൊന്നും അല്ല. പക്ഷേ അവിടെ ആ ഒരു ഇതൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പം എന്നാൽ ഒന്ന് കോഫി ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് തോന്നി. അങ്ങനെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഹോളിൽ തന്നെ ഒരു ഡൈനിങ് ടേബിളും അതേപോലെ തന്നെ അല്ലാതൊരു ടേബിൾ, ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ടേബിളില്ലേ, ആ ടേബിൾ അതിൻ്റെ താഴെയായിട്ട് തന്നെ ഒരു ചെറിയ മിനി ഫ്രിഡ്ജും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നമുക്ക് വെക്കാൻ പറ്റും. കോഫി പൗഡറും ടീ പൗഡറും അതുപോലെ റിഫൈൻഡ് ഷുഗറും കാര്യങ്ങളും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വാട്ടർ നമുക്ക് 2 ബോട്ടിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കെറ്റിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചൂടാക്കിയിട്ട് ആവശ്യത്തിന് എടുക്കാം. ഞാൻ പറയല്ലേ, ഞാനങ്ങനെ ടീയും കോഫിയും അങ്ങനെ കുടിക്കുന്ന ആളല്ല. സോ ഞാൻ വെറുതെ മോർണിംഗ് എണീറ്റ് നല്ല തണുപ്പുള്ളത് കൊണ്ട് മാത്രം, പിന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു തണുപ്പാണെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് കുറച്ച് മാത്രം, വളരെ കുറച്ച്, ഒരു നമ്മൾ കോഫി കുടിച്ചു എന്ന് എനിക്ക് തന്നെ തോന്നിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഉണ്ടാക്കി എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ജസ്റ്റ് അതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ ടൈമായി. കാരണം 10 മണി വരെയുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഏകദേശം 9:30 എങ്ങാണ്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ കോഫി ഉണ്ടാക്കി ജസ്റ്റ് ഒന്ന് കുടിച്ചു. പക്ഷേ എനിക്കങ്ങനെ വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം അതിനകത്ത് ഞാൻ കോഫി പൗഡർ ഇട്ടതിൻ്റെ അളവ് കുറച്ചൊന്ന് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ കുറച്ചൊന്ന് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വാട്ടർ വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് ചോദിക്കാം, അപ്പോൾ പിന്നെയും കൊണ്ട് തരും. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് താഴേക്കാണ് പോകേണ്ടത്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോവാണ്. അവിടുത്തെ വ്യൂ എന്നുണ്ടെങ്കിൽ അതിലും അടിപൊളിയാണ്. അവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം. സോ നമ്മൾ അവിടുന്ന്
ഇറങ്ങുമ്പോൾ ഇങ്ങനെ ചെറിയൊരു ഗ്ലാസിൻ്റെയൊക്കെ ഡിസൈനിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഇൻറ്റീരിയർ വർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ, ഒന്നും പറയാനില്ല ഇതിനെക്കുറിച്ച്. പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. റെസ്റ്റോറൻറ്റിലെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം ഞാൻ ഫസ്റ്റ് ഹാൻഡ് വാഷ് ചെയ്യാൻ പോയി, അതിന് ശേഷം നമ്മൾ ഫുഡ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫുഡും എടുക്കാം. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ബേക്കറി ഐറ്റംസാണ് ഇഷ്ടം, അല്ലാതെ ഇഡ്ഡലി, ദോശ അല്ലെങ്കിൽ ചോറ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമല്ല. സോ ഫസ്റ്റ് തന്നെ ഞാൻ മിനിമലായിട്ട് ഫുഡ് കഴിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കട്ട് ഫ്രൂട്ട്സ് എടുത്തു. പൈനാപ്പിളാണ് എടുത്തത്, പിന്നെ പപ്പായ എടുത്തു. പിന്നെ ഞാൻ അത് കഴിഞ്ഞപ്പോഴത്തേന് ക്രോസൻ്റൊക്കെ എനിക്കിഷ്ടമാണ്, അപ്പം അങ്ങനെ അത് 2-3 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുട്ടിൻ്റെ ചെറിയ പീസാണ് എടുത്തത്. അതുപോലെ നമ്മുടെ ഈ ഗ്രീൻ പീസ് കറിയും കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഞാൻ എടുത്തുള്ളൂ. പിന്നെ ഒരു ചെറിയ പഴം ഉണ്ടല്ലോ, നമ്മുടെ ഈ പഴം ഇനി പുഴുങ്ങിയെടുത്തത്, അതിൻ്റെ ഒരു ചെറിയ പീസ് ഇത്രയും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്ക് അത്രയും കഴിച്ചാൽ തന്നെ ഒരുപാട് വയറ് നിറയും, അതുകൊണ്ട് അത്രയും കഴിച്ചുള്ളൂ. പിന്നെ നമുക്ക് ഒരുപാട് ഫുഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ദോശ, അപ്പം, വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു. ഈ ദോശയിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ളതുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ബേക്കറി ഐറ്റംസ് പലതും നല്ല നല്ല വെറൈറ്റി ഫുഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ സാൻഡ്വിച്ചും, അതുപോലെ ബ്രെഡിൻ്റെ തന്നെ വീറ്റിൻ്റെയും മൈദയുടെയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു, നൂഡിൽസ്, അങ്ങനെ പറയാനാണെങ്കിൽ ഒരു മെനു തന്നെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല. പിന്നെ ഹക്കാണെന്നുണ്ടെങ്കിൽ ലേഹാങ്കുട്ടിന് അതിങ്ങനെ ഓരോന്നും വാരി കൊടുക്കുമായിരുന്നു. ഏത്തയ്ക്കൊക്കെ പുഴുങ്ങിയതുണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്ക് നല്ലതാണല്ലോ, അപ്പോൾ അതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ഇതിൻ്റെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ ലസ്സിയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്, സ്ട്രോബെറി ലസ്സിയും അതുപോലെ കുക്കുംബറിൻ്റെയും. അപ്പോൾ എനിക്ക് അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ നെക്സ്റ്റ് ഡേ മാംഗോ ലസ്സി ഉണ്ടായിരുന്നു, അത് അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പം ഏകദേശം എല്ലാവരുമൊക്കെ വന്ന് കഴിച്ച് കഴിഞ്ഞ് ആ ഒരു ടൈം ആയപ്പോഴാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്തത്. അപ്പോൾ ഈ ജാമും ബ്രെഡും അതുപോലെ ദോശയും ഇഡ്ഡലിയും അതേ കണ്ടില്ലേ, വട, കല്ലപ്പം, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ബാക്കിയിരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ചട്നിയാണ്. പിന്നെ തവ പൊറോട്ട ഉണ്ടായിരുന്നു, ഊത്തപ്പം ഉണ്ടായിരുന്നു, പിന്നെ ഈ 2 ടൈപ്പ് ചട്നിയും ഇഡ്ഡലിയും, അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ടീയും കോഫിയൊക്കെയാണ്. നമ്മൾ തന്നെ നമുക്ക് തന്നെ ടീയും കോഫിയൊക്കെ എടുക്കാം. അങ്ങനെ ഒരു ബൊഫേ സിസ്റ്റം തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മൾ നേരെ വന്നത് പൂള് കാണാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് എങ്ങനെയാണ് സ്വിമ്മിംഗ് പൂളെന്ന് നോക്കാം. അത് ആ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റാണ്. ആ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ആ ഒരു വൈബൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പറ്റിയ ക്ലൈമറ്റ്. പക്ഷേ അന്നത്തെ ആ ഒരു ഡേ നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങിയിട്ടേ ഇല്ല, പൂളിൽ ഇറങ്ങിയിട്ടില്ല. അന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ടൈം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഇറങ്ങിയില്ല. അന്ന് വൈകിട്ട് ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്തു, പക്ഷേ അന്ന് നമ്മൾ വേറെ കുറേ സ്ഥലത്തൊക്കെ പോയിട്ട് വന്നപ്പോൾ ലേറ്റായി. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ വീടിന് അടുത്ത പാർട്ട് വരുന്നുണ്ട്. നമ്മൾ പൂളിൻ്റെ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ, നല്ല രസമാണ് കാണാൻ. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നതിൻ്റെ ഇരട്ടിക്കിരട്ടി ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം എപ്പോഴേലും മൂന്നാർ നിങ്ങൾ വരുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് കേട്ടോ ഇത്. ഈ ഒരു എലിക്സർ റിസോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ആരെങ്കിലും ഈ നല്ല റിസോർട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ സജസ്റ്റ് ചെയ്തോളൂ. പിന്നെ അതിന് ശേഷം നമുക്കിങ്ങനെ അതിൻ്റെ കുറച്ച് ഫ്രണ്ടിലായിട്ട് നമ്മുടെ പൂളിൻ്റെ കുറച്ച് സൈഡിലായിട്ടാണ് ഈ ഒരു സ്ഥലം കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ രാത്രി ഒരു വീഡിയോ കാണിച്ചല്ലോ, നമ്മൾ എൻട്രൻസിൽ കൂടെ കയറി വരുന്നത്. അപ്പോൾ അതിൻ്റെ മോർണിംഗ് വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോഴത്തേന് നല്ല മഞ്ഞൊക്കെ ആയിട്ട് താഴേക്കൊക്കെ നല്ല വഴിയുണ്ട്. അവിടോട്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഈ വാട്ടർഫോളും കാര്യങ്ങളൊക്കെ കാണാൻ പോകാൻ പറ്റും. പക്ഷേ അവിടെ അട്ടയുണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ പിന്നെ ആ സൈഡിലേക്ക് പോയില്ല. പക്ഷേ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാവരും പോയി ഫോട്ടോസൊക്കെ എടുത്തു. നമ്മളിപ്പോൾ റിസപ്ഷനിൽ വന്നതാണ്, അതായത് നമ്മുടെ ലേഹൂട്ടൻ്റെ ബർത്ത്ഡേ ആണ്. സോ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് റിസോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ, ആ പൂളിൻ്റെ സൈഡിൽ വെച്ച് നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്തു. പക്ഷേ അന്ന് മഴയൊക്കെ ആയതുകൊണ്ട് പരിപാടി കുളമായാലോ എന്ന് വെച്ചിട്ട് നമ്മളത് ഈ റിസപ്ഷൻ്റെ അവിടെ നടത്താം എന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ജസ്റ്റ് വീഡിയോ എടുത്താണ്. അവിടെ പിയാനോയും കാര്യങ്ങളും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പിന്നെയും മീനെ കാണാൻ പോയി. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പിന്നെ നടന്നു പോകണം. അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, നൈറ്റ് ഈ ഒരു സ്ഥലം കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ മോർണിംഗ് വ്യൂ ആണ് കേട്ടോ ഇത്. അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയം തികയാഞ്ഞത് കൊണ്ട് നമുക്ക് പറ്റിയില്ല. അതിനുശേഷം നമ്മൾ റൂമിൽ വന്നു. പിന്നെ ഇന്നലെ ഞാൻ കാണിക്കാൻ തുടങ്ങിയില്ല, വിൻഡോസ് ഓപ്പൺ ചെയ്ത്. അങ്ങനെ വിൻഡോസ് ഓപ്പൺ ചെയ്തപ്പോൾ അവിടെ ആ ഒരു മരം വന്നിട്ട് ഇങ്ങനെ തട്ടി നിൽക്കുകയാണ്. തട്ടി നിൽക്കുന്നതുകൊണ്ട് നമുക്കത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അവിടുത്തെയും വ്യൂ അടിപൊളിയായിരുന്നു. നമ്മുടെ ബാൽക്കണിയിലെ ആ സെയിം വ്യൂ തന്നെയാണ്, പക്ഷേ എന്തോ ഒരു പ്രത്യേക ഭംഗി, അത്രേ ഉള്ളൂ. അപ്പം മഞ്ഞൊക്കെ ആയിട്ട് കണ്ട ഡോറും ഒക്കെ ഫുള്ളിങ്ങനെ മഞ്ഞ് മൂടിയിരിക്കുകയാണ്.
പക്ഷേ ഇവിടേക്ക് ഇരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് നല്ല ഫ്രഷ് ആവാനും കൂളാവാനും പറ്റിയ ആ ഒരു ക്ലൈമറ്റാണ്. ആദ്യമൊക്കെ നമ്മളിങ്ങനെ മഴയാണ്, നല്ല മഴയത്ത് വരണ്ടായിരുന്നു വിചാരിച്ചെങ്കിലും ആ ഒരു മഴയത്ത് വന്നാലേ നമ്മുടെ മൂന്നാറിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റൂ എന്നുള്ളതാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യം. അപ്പോൾ ഇവിടെ നിന്നൊക്കെ കണ്ടോ, നല്ല രസമല്ലേ കാണാൻ വേണ്ടി. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ വീഡിയോയിൽ കാണുന്ന ഭംഗിയും നേരിട്ട് നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യുന്നതും വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു, അവൾക്ക് ഞാനപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണ്. നോക്കട്ടെ, സുന്ദരിയാക്കട്ടെ. അങ്ങനെ നമ്മൾ കുഞ്ഞിപ്പെണ്ണായ ഹീസലിനെ നമ്മൾ സുന്ദരിയാക്കിയിട്ടുണ്ട്. അങ്ങനെ അവൾക്ക് കണ്ണൊക്കെ എഴുതി കൊടുത്ത്, അപ്പോൾ അവൾ കണ്ണൊന്നും എഴുതാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. കാരണം കുഞ്ഞല്ലേ, കുഞ്ഞായതുകൊണ്ട് തന്നെ കണ്ണ് എഴുതുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് തെറ്റിക്കും. അപ്പോൾ ജസ്റ്റ് വാലിട്ട് കൊടുത്ത്, പിന്നെ ലിപ്സ്റ്റിക്ക് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാൻ ആഗ്രഹം, അപ്പോൾ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. പക്ഷേ അതൊക്കെ പെട്ടെന്ന് തന്നെ അവൾ കഴിച്ചങ്ങ് ഇറക്കി, അതുകൊണ്ട് കുഴപ്പമില്ല. കണ്ടോ നമ്മുടെ കുഞ്ഞി സുന്ദരിയായിട്ടിരിക്കുന്നത്. അങ്ങനെ അവളെ സുന്ദരിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേന് ഞാൻ ഒരുങ്ങാൻ ലേറ്റായി. അങ്ങനെ പെട്ടെന്ന് ലേറ്റായിട്ട് ഇറങ്ങി. നമ്മളിനി ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകണമല്ലോ. സോ നമ്മൾ എലിക്സർ ആ റിസോർട്ടിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ, അതായത് നമ്മൾ മുകളിലോട്ട് കയറി പോകുന്ന വ്യൂ ഇതാണ്. അവിടെ നമ്മൾ രാത്രി വന്നപ്പോൾ ഇതൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റുന്നില്ലായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ ഒരു കുത്തനെ താഴോട്ടുള്ള ഇറക്കം, അങ്ങനെ ഇറങ്ങി വരുന്നു എന്നുള്ളതേ ഉള്ളായിരുന്നു. പിന്നെ ആ റിസോർട്ടിൽ നിന്ന് തന്നെ കുറച്ച് ദൂരമുണ്ട് നമ്മൾ ആ റിസോർട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഇങ്ങനെ കറങ്ങിയാണ് നമ്മൾ പോകുന്നത്. അവിടുത്തെ വ്യൂവും അതിലും അടിപൊളിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നൈറ്റ് വന്നതുകൊണ്ട് നമുക്ക് ആകെ മൊത്തത്തിൽ ഒരു മഞ്ഞ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളായിരുന്നു. ഓപ്പോസിറ്റ് വരുന്ന വണ്ടി പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട്. അപ്പോൾ റിസോർട്ടിൻ്റെ സൈഡിലൊക്കെ കുറേ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറേ മരങ്ങളും ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പോകുന്ന വഴിയൊക്കെ കണ്ടോ, അവിടെയൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടാണ്. പക്ഷെ നമുക്ക് എല്ലായിടത്തും നിർത്തി ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ഡേ നമുക്ക് തീർന്നു പോകും. പിന്നെ നമുക്ക് ഒരു സ്ഥലവും കാണാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എലിക്സർ റിസോർട്ടിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ എലിക്സർ വുഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് കാണുന്നത്. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും. നമ്മൾ സ്റ്റേ ചെയ്തതെന്ന് പറയുമ്പം അവിടെ കുറച്ചൊരു പ്രീമിയം ലക്ഷറി ആയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് അത്ര അഫോർഡബിൾ ആയിരിക്കില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് താഴേക്ക് ഇറങ്ങി കുറച്ചൊരു ദൂരമുണ്ട് കേട്ടോ ആ റിസോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ പറയല്ലോ, ട്രക്കിംഗ് ഏരിയയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ. അപ്പം നമ്മൾ ആ ഒരു ജീപ്പിലൊക്കെ വരാനായിട്ട് ഒത്തിരി പേര് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങോട്ട് കൊണ്ടുവിടാം എന്നൊക്കെ. പക്ഷെ നമുക്ക് നമ്മുടെ വണ്ടി തന്നെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊതുവേ ഇവിടെയൊക്കെ വരുന്നവർ നമുക്ക് ട്രക്കിങ്ങിനായിട്ട് ജീപ്പൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് ഓരോരുത്തരും ഇഷ്ടം, കാറിൽ പോകണമെങ്കിൽ കാറിൽ പോകും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ കുറേ ജീപ്പൊക്കെ പോയിട്ടുണ്ടത്. അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ എലിക്സർ ഹിൽസും എലിക്സർ വുഡ്സും. അപ്പം ആ ചെറുതാണ് എലിക്സർ വുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേ ചെയ്തത് എലിക്സർ ഹിൽസിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇനി നമുക്ക് എങ്ങോട്ടേക്ക് പോകണം എന്നുള്ള പ്ലാനിങ്ങിലാണ്. അപ്പം നമ്മൾ പോകുന്ന വഴിയൊക്കെ ആദ്യം നമുക്കൊന്ന് കാണാം.
തോട്ടങ്ങളാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ വെള്ള പൊട്ട് പൊട്ട് പോലെ കാണുന്നില്ലേ, അതൊക്കെയെന്ന് പറയും തേയില പറിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ആ ഫുള്ള് കാണുന്നതെല്ലാം. അപ്പം അങ്ങോട്ടേക്ക് ആ വഴി പോകുമ്പോൾ ഫുള്ള് നമ്മൾ ഈ തേയിലത്തോട്ടത്തിലെ ആ വർക്ക് ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരുടെ കുഞ്ഞു കുഞ്ഞു ഷെഡുകളും ഒക്കെയാണ് കാണുന്നത്. പിന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ അടിപൊളി അടിപൊളി സ്പോട്ട് കാണും. നമ്മൾ കാലെടുത്ത് അങ്ങോട്ട് വെക്കും, അപ്പം തന്നെ മഴ പെയ്യും, തിരിച്ചു കയറും. ഇതാണ് നടന്നുകൊണ്ടിരുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. നല്ലൊരു സ്പോട്ട് കാണുമ്പോൾ നമ്മൾ അവിടെ വണ്ടി നിർത്തും, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങി, കറക്റ്റ് അപ്പം തന്നെ മഴ പെയ്തു. പിന്നെ നമ്മൾ തിരിച്ച് വണ്ടി കയറി. നമുക്ക് യോഗമില്ല അമ്മണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ പോകുന്ന വഴിക്കുന്നൊക്കെ ചില വഴികൾ വളരെ ചെറിയ ചെറിയ വഴികളാണ് കേട്ടോ. സൂക്ഷിച്ചും കണ്ടൊക്കെ പോയില്ലേ പണി കിട്ടും. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ ഇത് ഇങ്ങനെയുള്ള കുറേ മരങ്ങൾ കണ്ടു. എന്ത് രസം കാണാമെന്നറിയാം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയാണ്, അടിപൊളിയാണ്, നല്ല അടിപൊളി വ്യൂ ആണ്. അപ്പം അവിടെ തന്നെ നമ്മൾ ഫോട്ടോ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം നമ്മൾ തിരിച്ച് പോകാൻ നേരം ഇവിടെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോയത്. കാരണം നമ്മൾ കുറേ സ്പോട്ട് കണ്ടു വെക്കുമല്ലോ, പക്ഷേ എല്ലാ സ്പോട്ടും നമുക്ക് എടുക്കാൻ പറ്റണമെന്നില്ല. എന്നാലും പറ്റുന്ന പോലെയൊക്കെ നമ്മൾ കുറേ സ്പോട്ടുകൾ ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇരുന്ന സ്ഥലത്ത് തന്നെ ഹൈസൂട്ടനും ലേയൂട്ടനും കുഞ്ഞി എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മടിയിൽ കുഞ്ഞി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അവൾ അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും അവൾക്ക് ചിരി വരും. അതുപോലെ എന്തൊക്കെയൊക്കെയോ സുന്ദരി എന്തെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അത് ഇങ്ങനെ ഹൈസൂട്ടനും ലേയൂട്ടനും എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഇന്ന് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇവിടെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. അപ്പം അതിനുശേഷം പിന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴാണ് ലേയൂട്ട് ഓടി വന്നിട്ട് ശ്രീജിട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ അവൻ പറയുന്നതൊന്നും എനിക്ക് കറക്റ്റായിട്ട് അവരുടെ ലാംഗ്വേജ് ഒന്നും അറിയത്തില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടൊന്നും മനസ്സിലാവാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ വേണ്ട അതേ പോണക്കുള്ള കുറേ മരങ്ങൾ നമ്മൾ പിന്നെയും കണ്ടു. പിന്നെ ആ പോകുന്ന വഴിക്ക് നമ്മുടെ ഈ റെഡ് കളറിലെ കുറേ ഫ്ലവേഴ്സൊക്കെയുള്ള അങ്ങനെ കുറേ മരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്തൊരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്പോട്ട് കണ്ടുപിടിച്ചു. അപ്പോൾ അവിടെയും മഴയായതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് പോയി. അപ്പോഴാണ് ഇങ്ങനെ കുറേ കുഞ്ഞു ഷെഡ് പോലുള്ള വീടൊക്കെ കാണുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഈ തോട്ടത്തിലെ ലേബേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരുടെ വീടാണെന്നൊക്കെ നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ അവിടേക്ക് ഒന്ന് ഇറങ്ങി അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം എന്നൊക്കെയാണ് ഞാനും സിസ്റ്ററും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ വ്യൂവിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. പിന്നെ അതേപോലെ കുറേ അടുത്ത് ഇങ്ങനെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഞാൻ എല്ലായിടത്തും ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്യാണ് പോയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഫ്ലവേഴ്സ് ഒന്നും കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ യോഗം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഫോട്ടോ എന്തായാലും എടുക്കാൻ പറ്റിയില്ല. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ ഒരു മഞ്ഞ കളറിലെ ലീഫൊക്കെ വരുന്നൊരു ചെടിയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നമുക്ക് മഴയായതുകൊണ്ട് നിർത്താൻ പറ്റില്ല. പിന്നെ നമ്മൾ എലിഫൻറ്റ് പാർക്കിലാണ് ഫസ്റ്റ് നമ്മൾ പോയത്. 4-5 സ്ഥലം നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ എലിഫൻറ്റ് പാർക്കിൽ പോയി. പക്ഷേ എനിക്ക് പൊതുവെ ഇങ്ങനെയുള്ളിടത്തൊന്നും പോകുന്നത് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. കാരണം എലിഫൻറ്റിനെ കാണുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ അതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. പിന്നെ മാത്രമല്ല നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല, മഴയായതുകൊണ്ട് തന്നെ ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ ആ സമയത്ത് ഒരു എലിഫൻറ്റ് ഇങ്ങനെ വന്നതുകൊണ്ട് നമ്മൾ പിള്ളേരെയൊക്കെ കാണിച്ചു കൊടുത്ത് കണ്ടോ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ അടുത്ത് നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിലേക്ക് പോകാം എന്നുള്ള പ്ലാനിങ്ങിലാണ്. അവിടെയെങ്കിലും നമുക്ക് ഇറങ്ങാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൽ പോയത്. അവിടെ പോയപ്പോൾ അതിലും മഴ, അവിടെയും നമ്മൾ ഫ്ലോപ്പായി തിരിച്ച് പോകേണ്ട അവസ്ഥ വന്നു. പക്ഷെ അവിടെയും നല്ല രസമുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ നമ്മൾ ആ സമയത്തൊന്നും റെയിൻകോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. റെയിൻകോട്ട് പോലും നമ്മുടെ ഇല്ല. കുട ആകെ ഒരെണ്ണേ ഉള്ളൂ, റെയിൻകോട്ട് എടുത്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരെല്ലാം മഴ നനയിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മളൊരു വൈകിട്ട് ആ ഒരു ടൈമൊക്കെ ആയപ്പോഴാണ് റെയിൻകോട്ടൊക്കെ വാങ്ങിയത്. അപ്പോൾ അതുവരെ നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അടുത്ത് പോയി. എന്തായാലും ജസ്റ്റ് ഡാമൊന്ന് ഇങ്ങനെ നമ്മൾ വണ്ടിയിലിരുന്ന് തന്നെ കണ്ടു. കാറിലിരുന്ന് കണ്ടിട്ട് അതിൻ്റെ സൈഡിലൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ടീയോ കോഫിയോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാം എന്നുള്ള പ്ലാനിങ്ങിൽ കോഫിയൊക്കെ പറഞ്ഞു. കുറച്ച് പേര് ചായ, കുറച്ച് പേര് ഇങ്ങനെ കോഫിയൊക്കെ പറഞ്ഞിട്ടിരിക്കണം. അപ്പോൾ ഞാൻ ഹൈസൂട്ടനും കോഫി വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അവനെന്തൊക്കെയോ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ചിങ്ങനെ ഇരുന്ന് അങ്ങനെ നമ്മൾ കോഫിയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് പോയി ഞാൻ അടുത്ത സ്പോട്ടിൽ പോകുന്നത് വെച്ചു. അപ്പോൾ ഈ പോകുന്ന വഴിക്കാണ് നമ്മൾ റെയിൻകോട്ട് വാങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഫുഡ് ഒരാളിങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഒരു ചെറിയ ആ റോഡിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ അവിടെ പോയപ്പം അതിന് ബിരിയാണി ആയിരുന്നു. ബിരിയാണിയുടെ തീർന്നു പോയി, ഇനി കുറച്ചും കൂടെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെന്നാൽ പിന്നെ ഇനി വേറെ അടുത്തൊന്ന് കഴിക്കുകയാണ്. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞുള്ള പ്രശ്നം പിന്നെ നമുക്ക് ഫുഡ് കിട്ടുന്ന സ്പോട്ട് അധികം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് സാരമില്ല, നമുക്ക് സ്ഥലങ്ങളൊക്കെയാണല്ലോ കാണേണ്ടത്. പിന്നെ ഫുഡാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തികയത്തുമില്ല. അപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട്
അടുത്ത സ്ഥലത്തേക്ക് പോകാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു. അങ്ങനെ പിന്നെ ഈ ഒരു കടയൊക്കെ എത്തിയപ്പോൾ നമുക്ക് പിന്നെ ഒരു ചായ കുടിക്കാമെന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇങ്ങനെ പോയ സമയത്താണ് നമ്മുടെ കാറില്ലേ, ഏതോ ഒരു കാറ് ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയായിരുന്നു വൈകിട്ട് അല്ലെങ്കിൽ ആ ഒരു നൈറ്റ് ടൈമിൽ വന്ന ആരുടെയോ കാറായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വന്നപ്പോഴാണ് ഇങ്ങനെ അടിപൊളി ഒരു വ്യൂ കണ്ടത്. ഇവിടെ ഇന്ന് ഫോട്ടോ എടുക്കണം ഞാനും ബ്രദറും ഒക്കെ പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു. പക്ഷേ അന്നേരം നമുക്ക് ഫോട്ടോ എടുക്കാനുള്ളൊരു ബുദ്ധി പോയില്ല. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്നപ്പോൾ ഈ സ്ഥലം നോക്കി അപ്പോഴത്തേക്കിന് കുറച്ച് ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫോട്ടോസ് കിട്ടത്തില്ലല്ലോ. ആ ഒരു പച്ചപ്പും പിന്നെ ആ ഒരു മഞ്ഞ കളറും എല്ലാം കൂടെ വന്നിട്ട് മൊത്തത്തിൽ ഒരു നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ അവിടെ. പിന്നെ നമുക്ക് ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ അകത്ത് നിന്ന് ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പം ഈ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അന്ന് നടന്നില്ല. അതിന് പകരമായിട്ട് അടുത്ത ദിവസമാണ് നമ്മൾ എന്തായാലും എടുക്കണം എന്ന് തീരുമാനിച്ചുറപ്പിച്ചാണ് പോയത്. അങ്ങനെ നമ്മൾ വൈകിട്ടായി ഇപ്പോൾ വട്ടവടയിലെത്തി. അങ്ങനെ വട്ടവട എത്തിയപ്പോൾ തന്നെ അവർ പറഞ്ഞു 6 മണി വരെയുള്ള ടൈമിങ്, 6 മണി കഴിഞ്ഞാൽ പിന്നെ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വട്ടവടയിലേക്ക് എൻട്രി ചെയ്യാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് എൻട്രി ചെയ്തപ്പോൾ തന്നെ നമ്മളെല്ലാവരും പറയുന്നുണ്ടായിരുന്നു 6 മണി വരെ ഉള്ളു, ഇപ്പം തന്നെ 5:30 കണ്ടായിട്ടുണ്ട്, പോണോ എന്നൊക്കെ പറയെല്ലാം ചോദിച്ചിരിക്കുകയായിരുന്നു. പിന്നെ വിചാരിച്ച് എന്തായാലും നമ്മൾ വന്നു, ഇനിയിപ്പം എവിടെയും കയറാതെ പോകുന്നത് രസമില്ലല്ലോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ കുറച്ചൊരു ഡാർക്കായിട്ടുള്ളൊരു സ്ഥലത്തുനിന്ന് വന്ന് പിന്നെ നല്ല ഒരു ലൈറ്റൊക്കെ ഉള്ള ഭാഗത്തേക്ക് എത്തിയപ്പോൾ നമ്മൾ പറയുന്നു ആ വ്യൂ അടിപൊളിയാണെന്നൊക്കെ. അങ്ങനെ നമുക്ക് ഈ റീൽസോ അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോസോ ഫോട്ടോഷൂട്ടോ ഒക്കെ ചെയ്യേണ്ടവർക്കൊക്കെ പറ്റിയ സ്പോട്ടാണ് കേട്ടോ ഈ വട്ടവടയും. അതുപോലെ തന്നെ നമ്മുടെ മൂന്നാറിലെ എലിക്സർ ഹിൽസും ഒക്കെ അടിപൊളിയാണ്. അങ്ങനെ എല്ലാവർക്കും നമ്മൾ മൂന്നാറിൽ പോയതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു എലിക്സർ ഹിൽസ്, ആ റിസോർട്ട് തന്നെയാണ് കേട്ടോ. അത് അടിപൊളി ഒരു വേറെ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ അത് ഈ പോകുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടു, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വട്ടവടയിലേക്ക് പോയി. നമ്മൾ വട്ടവടയിൽ പറഞ്ഞാൽ കുറച്ച് ടൈമേ ഉള്ളായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് പോകുമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ തന്നെ ഒരു സ്പോട്ടൊക്കെ കണ്ടുപിടിച്ചു ഫുഡിന് പറ്റിയിട്ടുള്ള. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഏത് ഫുഡ് കഴിക്കണം എന്നെല്ലാവരും ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പം പറഞ്ഞു പൊറോട്ടയുണ്ട്, അതുപോലെ ബിരിയാണി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മൾ ചോദിച്ച ഫുഡ് നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും ഇല്ല. അങ്ങനെ പിന്നെ ബിരിയാണിയും പൊറോട്ടയൊക്കെ പറഞ്ഞ് എല്ലാവരും അത് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയും നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ചായ നമ്മൾ കുടിക്കാൻ പ്ലാൻ ചെയ്താലും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ചായ അല്ല. ഈ നമ്മൾ മലയാളികളിൽ നിന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിച്ച് പതപ്പിച്ച ചായയാണല്ലോ വേണ്ടുന്നത്. പക്ഷേ മൂന്നാറൊക്കെ പോകുമ്പം അത്ര ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചായ അല്ല കിട്ടുന്നത്. അങ്ങനെയുള്ള ബിരിയാണിയൊക്കെ അവിടെ നിന്ന് കഴിച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങി. അപ്പോഴാണ് വണ്ടിയിലെ പെട്രോളൊക്കെ തീരാറായെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളൊരു സ്ലമ്മി ഏരിയ പോണക്കുള്ളൊരു ഭാഗത്തേക്ക് പോയി. കാരണം അവിടെയൊക്കെ നമുക്ക് ഈ ഒരു പെട്രോളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം അവിടെയാണ്. അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് പെട്രോളൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ നേരെ വട്ടവടയിലെ നമ്മുടെ ഹണി മ്യൂസിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഹണി മ്യൂസിയത്തിൻ്റെ അവിടെ തന്നെ ഐ ലവ് വട്ടവടയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് വട്ടവട ഹണി മ്യൂസിയം. പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ല, എന്നാലും അങ്ങനെ അവിടെ പോയപ്പോഴാണ് സിസ്റ്ററിൻ്റെ കാലിൽ അട്ട കടിച്ചെന്നുള്ള സത്യം ഞാൻ തിരിച്ചറിയുന്നത്. കാരണം ഞാൻ നോക്കിയപ്പോൾ ക്രോക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഹോൾസിലൂടെ ഇങ്ങനെ റെഡ് കളറിൽ കാലിൽ. അപ്പം ഞാൻ എന്തായാലും എനിക്കറിയാമല്ലോ മൈലാഞ്ചി ഒന്നും ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം. മറ്റേ മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റെഡ് കളർ വരില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി അട്ടയുടെ കടി ഇവിടെ നോക്കി ഇട്ടിട്ടുണ്ടെന്ന്. പിന്നെ നമ്മൾ സ്ട്രോബെറി ഫാമിൽ അവിടെ നമുക്ക് ഫ്രീ വിസിറ്റ് ആണ്. അപ്പോൾ അവിടെ സ്ട്രോബെറീസൊക്കെ കുറവായിരുന്നു. ചില സമയത്ത് ആ ഒരു സീസണിൽ വന്നാൽ നല്ലപോലെ സ്ട്രോബെറീസൊക്കെ കാണും, ഫ്രഷ് സ്ട്രോബെറിയൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഇവിടെ വളരെ കുറവായതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രോബെറി ഒന്നും വാങ്ങിയില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് അപ്പം തന്നെ പെട്ടെന്ന് ഇറങ്ങി. കാരണം 6 മണിക്ക് മുന്നേ നമുക്ക് അവിടുന്ന് തിരിച്ചിറങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അവിടുത്തെ പാസ് ഉള്ളതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് റിസോർട്ടിലേക്ക് നൈറ്റായി, ഒരു 8 മണിയോ 9 മണിയോ കണ്ടായി നമ്മൾ തിരിച്ചെത്തിയപ്പം. അപ്പോൾ ലേഹൂട്ടിൻ്റെ ബർത്ത്ഡേക്കുള്ള ആ ഒരു പ്രിപ്പറേഷൻ കാര്യങ്ങളെല്ലാം അവർ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ലേറ്റായൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അങ്ങനെ അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. കേക്കും അവിടുത്തെ ഷെഫാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കേക്കിൻ്റെ ഫോട്ടോ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ആഡ് ചെയ്തേക്കാം. അതുപോലെ ബാക്കി ഈ ഒരു ബർത്ത്ഡേ വ്ളോഗും എലിക്സർ ഹിൽസിൻ്റെ ബാക്കി വ്ളോഗും അടുത്ത വീഡിയോയിൽ കാണാം.